നമസ്കാരം. ലോക ഫുട്ബോളിനെ നടുക്കിക്കൊണ്ട് ഫിഫ ലോകകപ്പിന്റെ ഓഹരികൾ സ്വകാര്യ നിക്ഷേപകർക്ക് വിൽക്കാനുള്ള പ്രസിഡന്റ് ജിയാനി ഇൻഫന്റിനോയുടെ പദ്ധതികൾക്കെതിരെ ഇംഗ്ലണ്ടും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും ഒന്നടങ്കം രംഗത്ത്. ഫിഫയുടെ ഈ നീക്കത്തെ എതിർത്തുകൊണ്ട് ലോകകപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ ഫിഫ ടൂർണമെന്റുകളും പൂർണ്ണമായി ബഹിഷ്കരിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ ഏകകണ്ഠമായി തീരുമാനിച്ചു. ഇതോടെ വൻകിട ടീമുകളില്ലാതെ ഫിഫയ്ക്ക് ലോകകപ്പ് സംഘടിപ്പിക്കേണ്ടി വരുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഫിഫ ടൂർണമെന്റുകളിൽ പ്രത്യേകിച്ച് ലോകകപ്പിൽ സ്വകാര്യ നിക്ഷേപത്തിലൂടെ 3.1 ബില്യൺ പൗണ്ട് സമാഹരിക്കാൻ ഫിഫ തീരുമാനിച്ചതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമായത്. ഇതിനെതിരെ കടുത്ത അമർഷമുയർന്നതിനെ തുടർന്ന് വ്യാഴാഴ്ച യുവേഫ അടിയന്തരമായി ഒരു ഓൺലൈൻ യോഗം വിളിച്ചു ചേർത്തു. യോഗത്തിൽ പങ്കെടുത്ത 40-ലധികം രാജ്യങ്ങളുടെ ഫുട്ബോൾ ഫെഡറേഷനുകൾ ഫിഫയുടെ തീരുമാനത്തിനെതിരെ രംഗത്ത് വന്നു. ഫുട്ബോൾ ലോകത്തെ പ്രധാനപ്പെട്ട അസോസിയേഷനുകളോട് ആലോചിക്കാതെയും അവരെ ഇരുട്ടിൽ നിർത്തിയും ഫിഫ ഏകപക്ഷീയമായി ഇത്തരമൊരു തീരുമാനമെടുത്തതിലാണ് വലിയ രോഷമുയർന്നത്. നിലവിലെ ഭരണ സംവിധാനം മാറ്റിയെഴുതാനുള്ള ഫിഫയുടെ ഈ നീക്കത്തോട് യോഗത്തിൽ പങ്കെടുത്ത 55 അംഗരാജ്യങ്ങൾ പൂർണ്ണമായി വിയോജിക്കുകയായിരുന്നു. യുവേഫയിലെ 55 അംഗരാജ്യങ്ങൾ ഒപ്പുവെച്ച സംയുക്ത പ്രസ്താവനയിൽ ഫിഫയ്ക്കെതിരെ കടുത്ത ഭാഷയിലാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. യുവേഫയും അതിലെ അംഗരാജ്യങ്ങളും ഇനിയൊരു ഫിഫ മത്സരങ്ങളിലും പങ്കെടുക്കില്ല. ലോകകപ്പിന്റെയും മറ്റ് ഫിഫ ടൂർണമെന്റുകളുടെയും ഉടമസ്ഥാവകാശം സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറാനുള്ള നിർദ്ദേശം പൂർണ്ണമായി തള്ളിക്കളയുന്നു. ലോകകപ്പ് എന്നത് വിൽക്കാനുള്ള ഒരു നിക്ഷേപ വസ്തുവല്ല. ലോകമെമ്പാടുമുള്ള കളിക്കാരും ടീമുകളും ആരാധകരും ചേർന്ന് തലമുറകളായി കെട്ടിപ്പടുത്ത വലിയൊരു കായിക പാരമ്പര്യമാണത്. അതിന്റെ ഒരു ഭാഗം പോലും സ്വകാര്യ നിക്ഷേപകർക്ക് വിട്ടുകൊടുക്കാനാകില്ല. കളി നിയന്ത്രിക്കാൻ ചുമതലപ്പെട്ടവരുമായി യാതൊരുവിധ ചർച്ചയും നടത്താതെ ഇത്രയും വലിയൊരു കാര്യം രഹസ്യമായി തീരുമാനിച്ച അംഗീകാരത്തിന് തൊട്ടടുത്ത് എത്തിച്ചത് ഉത്തരവാദിത്വമില്ലായ്മയാണ്. ലോക ഫുട്ബോളിന്റെ രക്ഷാധികാരി എന്ന പദവിയോടുള്ള വഞ്ചനയാണിത്. ഫുട്ബോളിലെ ഏറ്റവും വലിയ ടൂർണമെന്റുകൾ സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറുന്നത് അംഗീകരിക്കുക അല്ലെങ്കിൽ അനന്തരഫലങ്ങൾ അനുഭവിക്കുക എന്ന രീതിയിലുള്ള ഭീഷണിയാണ് ഫിഫ മുന്നോട്ട് വെക്കുന്നത്. ഇതൊരു ജനാധിപത്യ തീരുമാനമല്ലെന്നുമാണ് വിമർശനം. സ്വകാര്യ നിക്ഷേപകർ വരുന്നതോടെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുക എന്നത് മാത്രമായിരിക്കും പ്രധാന ലക്ഷ്യം. പിന്നെ തീരുമാനങ്ങൾ എടുക്കുന്നത് ഫുട്ബോളിന്റെ നന്മയ്ക്കായിട്ടല്ല, മറിച്ച് ഷെയർ ഹോൾഡർമാർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയായിരിക്കും. മത്സരക്രമങ്ങളും കലണ്ടറുകളും വരെ അവരുടെ ലാഭത്തിനനുസരിച്ച് മാറ്റപ്പെടും. അടുത്ത തലമുറയ്ക്കായി കൈവശം വെച്ചിരിക്കുന്ന ഒന്ന് വിൽക്കാൻ ആർക്കും ധാർമ്മികമായ അവകാശമില്ല. ലാഭം മാത്രം നോക്കുന്നവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ഫുട്ബോളിന്റെ ഭാവി തിരുത്താൻ സമ്മതിക്കില്ല. ഈ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിക്കുകയും ഇനി ഒരിക്കലും ഫിഫ മത്സരങ്ങളോ ഭരണമോ സ്വകാര്യ വ്യക്തികൾക്ക് തുറന്നു കൊടുക്കുന്നില്ലെന്ന് രേഖാമൂലം ഉറപ്പു നൽകുകയും ചെയ്യുന്നതുവരെ ഒരു യുവേഫ ടീമും ഫിഫ മത്സരങ്ങളിൽ കളിക്കില്ലെന്നുമാണ് നിലപാട്. ഞങ്ങൾ ഞങ്ങളുടെ യൂറോപ്യൻ സഹപ്രവർത്തകരോടൊപ്പം ഉറച്ചു നിൽക്കുന്നു. ഫിഫയുടെ പദ്ധതികളെ പൂർണ്ണമായി എതിർക്കുന്നു. ലോകകപ്പ് ഫുട്ബോളിന്റേതാണ്, അതെപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് ഇംഗ്ലീഷ് ഫുട്ബോൾ അസോസിയേഷൻ വക്താവും വ്യക്തമാക്കി. ഈ പദ്ധതി അംഗീകരിക്കുന്ന ഫെഡറേഷനുകൾക്ക് 15 മില്യൺ പൗണ്ട് വരെ അധിക വരുമാനം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഫിഫ രാജ്യങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണെന്ന് യുവേഫ ആരോപിച്ചു. അതേസമയം പ്രമുഖ ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ പ്രസിഡന്റ് ഷെയ്ഖ് സൽമാനും ഫിഫയുടെ തീരുമാനത്തിൽ തന്റെ കടുത്ത ആശങ്കയും നിരാശയും രേഖപ്പെടുത്തി. മുൻകൂട്ടി ആലോചിക്കാതെ ഇത്തരം പദ്ധതികൾ തയ്യാറാക്കിയത് തെറ്റാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വടക്കേ അമേരിക്ക, മധ്യ അമേരിക്ക, കരീബിയൻ രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന കോൺകാക്കാഫ് ഫെഡറേഷനും ഈ പദ്ധതിയിൽ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 19-നകം ഈ നിർദ്ദേശത്തിൽ തീരുമാനമെടുപ്പിക്കാൻ ഫിഫ പ്രസിഡന്റ് ഇൻഫന്റിനോ ശ്രമിച്ചിരുന്നെങ്കിലും യുവേഫയുടെ ശക്തമായ എതിർപ്പോടെ നീക്കം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. മുൻപ് 2 വർഷത്തിലൊരിക്കൽ ലോകകപ്പ് നടത്താൻ ഫിഫ ശ്രമിച്ചപ്പോഴും യുവേഫ ഇതേപോലെ ബഹിഷ്കരണ ഭീഷണി മുഴക്കിയിരുന്നു. തുടർന്ന് ഫിഫയ്ക്ക് ആ തീരുമാനം പിൻവലിക്കേണ്ടി വന്നിരുന്നു. നിലവിലെ ശക്തമായ എതിർപ്പ് കാരണം പുതിയ പദ്ധതിയും ഉപേക്ഷിക്കാൻ ഫിഫ നിർബന്ധിതരായേക്കും.